അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടായ പരാജയത്തിൻ്റെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഇടങ്ങളിലും ഉണ്ടായ ഞങ്ങൾക്ക് മെച്ചവും ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് മോശവും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ വളരെ ഗൗരവതരമായി പരിശോധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലെല്ലാം നടത്തിയ പ്രവർത്തനത്തെക്കുറിച്ചും ജനങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചുമെല്ലാം ഞങ്ങൾ വിശകലനം ചെയ്യും. ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കൗൺസിലുകളും ജില്ലാ എക്സിക്യൂട്ടീവും എല്ലാം ചേരുന്നത്. ഇതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും യോഗങ്ങൾ ചേർന്ന് ഞങ്ങൾ ഏർപ്പെടേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ആ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ഭരണരംഗത്ത് ഉൾപ്പെടെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളിലടക്കം ഞങ്ങൾ സ്വീകരിച്ച രീതികൾ, അതിനോട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ, അതെല്ലാം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ യോഗവും ചേരുന്നത്. ഈ പല സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല, തൃശ്ശൂരൊക്കെ. പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടറിയുടെ നാട് അല്ലെങ്കിൽ CPIക്ക് അടിയുറച്ച മണ്ണുള്ള ഒരു പ്രദേശമാണ് വൈക്കം. അവിടെ ഇങ്ങനൊരു പരാജയം ആരും പ്രഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തോൽവിയായിരുന്നു. അതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ള ചർച്ച. അത് ഈ മണ്ഡലങ്ങൾ ആരുടെ നാട് ആരുടെ നാടല്ല എന്നുള്ളൊരു ഘടകമല്ല. ആ മണ്ഡലങ്ങളിൽ ഞങ്ങൾ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വൈക്കം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കേണ്ടിയിരുന്ന വേറെയും മണ്ഡലങ്ങളുണ്ടായിരുന്നു. ആ മണ്ഡലങ്ങളെല്ലാം ഞങ്ങൾ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. എന്തുകൊണ്ടെല്ലാമാണ് പരാജയപ്പെട്ടത്, എന്തെല്ലാമാണ് അതിൻ്റെ കാരണങ്ങൾ, അതിനനുസരിച്ച് ഞങ്ങൾ നടത്തേണ്ടുന്ന ഇടപെടലുകൾ എന്തെല്ലാമാണ്. ഇനി തിരുത്തലുകളുണ്ടെങ്കിൽ തിരുത്തലുകളും, ആ തിരുത്തലുകൾ പാർട്ടിക്കും ജനങ്ങൾക്കും ബോധ്യമാകുന്ന തരത്തിൽ ആ തിരുത്തലുകൾ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് CPM വോട്ടുകൾ ലഭിച്ചില്ല അവരുടെ നേതാക്കൾക്കോ അല്ലെങ്കിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക്. അങ്ങനെ ഒരു നിരീക്ഷണം ഇല്ലില്ല. അത്തരമൊരു രീതിയിലേക്ക് ഞങ്ങളുടെ ചർച്ചകളൊന്നും എത്തിയിട്ടില്ല. അങ്ങനൊരു ധാരണയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ഇത്തരം പരിശോധനകൾ, ചില വിശകലനങ്ങളൊക്കെ നടത്തിയിട്ടാണ് അങ്ങനൊരു നിഗമനത്തിലേക്ക് എത്താമുള്ളത്. അപ്പോൾ ഏത് പരിശോധന അടിസ്ഥാനത്തിലാണ്, ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഞങ്ങളാരും പോയിട്ടൊന്നുമില്ല. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകൾക്കും ശേഷം മാത്രമേ അന്തിമമായ ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾക്കും എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നതേ ഉള്ളൂ. അന്തിമമായൊരു നിഗമനത്തിലേക്ക് ഞങ്ങളും എത്തിയിട്ടില്ല. ഇതിനെല്ലാം ശേഷം മാത്രമേ ഓരോ ഇടങ്ങളിലും എന്താണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സസൂക്ഷ്മമായ ഒരു വിലയിരുത്തൽ നടത്തി അതിൻ്റെ ഭാഗമായൊരു തീരുമാനത്തിലേക്കും നിലപാടിലേക്കും എത്താൻ കഴിയുള്ളൂ.